ഹാവ് യു നോട്ടീസ്ഡ് പഴയകാല സിനിമകളിൽ കൊടും ദാരിദ്ര്യമുള്ള സമയത്ത് ആളുകൾ കുറച്ച് സർക്കാസ്റ്റിക്കലിയൊക്കെയാണ്, നാടോടിക്കാറ്റ് തന്നെയാണ് കേട്ടോ ഞാൻ പറയണേ. മോഹൻലാൽ ചെന്ന് ശോഭനയുടെ വീട്ടിൽ ചെന്നിട്ട് പറയില്ലേ, കുറച്ച് ഇത് കിട്ടുമോ, കുറച്ച് അരി കിട്ടുമോ, കുറച്ച് അങ്ങനെ അങ്ങനെ പറയുമ്പോൾ ഫുൾ കഞ്ഞിക്കും ചമ്മന്തി അരിക്കാനുള്ള തേങ്ങയും എല്ലാം പുള്ളി അവിടെ നിന്ന് കടം വാങ്ങിച്ചുകൊണ്ട് വരും. മണ്ണെണ്ണ സ്റ്റൗവിൽ ഒഴിക്കാനുള്ള മണ്ണെണ്ണ വരെ, കെറസിൻ വരെ പുള്ളി വാങ്ങിച്ചുകൊണ്ട് വരും. സോ അത് അവരുടെ ആ ദാരിദ്ര്യ അവസ്ഥയിൽ ചെയ്തു പോകുന്നതാണ്. ഇറ്റ്സ് ഓക്കെ. പക്ഷേ പിന്നീട് നമ്മളിപ്പം കുറച്ചുകൂടെ നമ്മൾ ഹൈ സ്റ്റാൻഡേർഡ് ലിവിങ്ങിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പീപ്പിൾ ആർ ട്രൈയിങ് ടു എന്താ പറയണേ, കടം വാങ്ങിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞൊരു പോളിസി അത് നല്ലതല്ല. കാരണം എല്ലാ കാര്യത്തിനും അപ്പുറത്തെ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ഉള്ളി ഉണ്ടാവോ, കുറച്ച് തക്കാളി ഉണ്ടാവോ, ഒരു നാണമില്ല. ഇറ്റ്സ് ലൈക്ക് എവ്രി വൺ ഇസ് ഇൻ ദ ബിസി ലൈഫ് അല്ലേ. ഡോണ്ട് ഡു ദാറ്റ്. തക്കാളി, പരിപ്പ് ഇതെല്ലാം എല്ലാവരും വീട്ടിൽ സ്റ്റോക്ക് ചെയ്യണം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതൊരു ചീത്ത ശീലമായിട്ട് മാറും. എന്ത്? കടം വാങ്ങൽ. ഗോട്ട് ദ പോയിന്റ്? ബൈ.